കൊല്ലം കൊട്ടാരക്കര കുളക്കടയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. പുത്തൂർമുക്ക് സ്വദേശിനികളായ രാധാമണി, ഷീജ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാധാമണിയുടെ നില ഗുരുതരമാണ്. കണ്ണൻ നായർ നൽകും വിവരങ്ങൾ. കണ്ണൻ, എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്? ഒരാളുടെ നില ഗുരുതരമാണോ? രണ്ടുപേരാണ് പ്രജീഷ് അപകടത്തിൽപ്പെട്ടത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ ഒരു റോഡിന്റെ വശത്തായി നിൽക്കുകയാണ്. അതിനുശേഷം ഈ ഹരിതകർമ്മസേന ശേഖരിച്ച ആ മാലിന്യങ്ങൾ തരംതിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യുന്നു. സ്കൂട്ടറിലാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് ആ വ്യക്തിയെ ഇടിക്കാതിരിക്കാൻ വേണ്ടി കാറ് ഒരു മറുവശത്തേക്ക് ചരിയുന്നു, മറുഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്നത്. വലിയ അല്പം വേഗതയിലായിരുന്നു കാറ്. രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുള്ളത്. അതിൽ രാധാമണിയുടെ പരിക്കാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കുളക്കട, പുത്തൂർമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളെന്ന് വെച്ചാൽ പലതവണ അപകടങ്ങൾ ഉണ്ടാവുകയും ഒട്ടേറെ പേർ മരിക്കുകയൊക്കെ തന്നെ ചെയ്ത ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. പരിക്ക് ഗുരുതരമാണ്. പക്ഷേ ആ സ്കൂട്ടർ ഓടിച്ചിരുന്ന ആ വ്യക്തിയുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം.